നടുറോഡിൽ KSRTC ഡ്രൈവറുമായി തർക്കം ഉണ്ടായതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. വിഷയത്തിൽ KSRTC MD ഇന്ന് ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ വിഷയത്തിൽ ഡ്രൈവറുടെ മൊഴി, അതുപോലെ തന്നെ ആര്യയുടെ നിലപാട്, ഇതെല്ലാം എങ്ങനെ പരിഹരിക്കാനാണ് ആലോചിക്കുന്നത്? വേണു, പൊതുനിരത്തിൽ KSRTC ഡ്രൈവർ അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസാണ് ഡ്രൈവർ യദു എല്ലച്ചിനെതിരെ കേസെടുത്തത്. തുടർന്ന് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ ഡ്രൈവറെ വിട്ടയക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ മേയർ ആര്യ രാജേന്ദ്രനിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് മൊഴിയെടുക്കും. പൂജപ്പുരയിലെ വീട്ടിലെത്തിയായിരിക്കും ആര്യയിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു നിലപാട്, ഒരു സമീപനമാണ് ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് മേയറുടെ ആരോപണം. അതേസമയം ഈ ഡ്രൈവറും ഈ യാത്ര തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല. ഇതിൽ പോലീസ് നൽകുന്ന വിശദീകരണം, മേയറുടെ പരാതിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഡ്രൈവർ അത്തരത്തിലൊരു പരാതി നൽകിയത് എന്നതാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ ഒരു കേസ് എടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം ഈ വിഷയത്തിൽ KSRTC ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയിരുന്നു. വിജിലൻസ് വിഭാഗത്തോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിജിലൻസ് വിഭാഗം KSRTC MDക്ക് ഇതിനോടകം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ റിപ്പോർട്ട് KSRTC MD ഗതാഗത മന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഈ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നടപടികൾ ഡ്രൈവർക്കെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം വരൂ. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.